മക്കളെ, ഇന്നത്തെ ഫിസിക്സ് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് ദ വർക്ക് ഡൺ ഫോർ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് without any acceleration against the electrostatic force. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെതിരായി ഒരു ആക്സിലറേഷനും കൂടാതെ നിങ്ങൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? ഇൻഫിനിറ്റി, അനന്തത. ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് നിങ്ങൾ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെതിരായി കൊണ്ടുവരുമ്പോൾ ചെയ്യേണ്ടി വരുന്ന വർക്ക് ഡൺ എത്രയാണോ അതാണ് ആ പോയിന്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് പറയാം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ ഫോർ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് വിതൗട്ട് എനി ആക്സിലറേഷൻ അഗൻസ്റ്റ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? വർക്കാണ്. എന്താണ് വർക്ക്? വെറും വർക്കല്ല, വർക്ക് ബൈ ചാർജാണ്. വർക്ക് ബൈ ചാർജ്. പൊട്ടൻഷ്യൽ സമം വർക്ക് ബൈ ചാർജാണ്. അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് വർക്കിൻ്റെ യൂണിറ്റ് എന്നിട്ടാ ജൂൾ, ചാർജിൻ്റെ യൂണിറ്റ് എന്നിട്ടാ കൂളം അല്ലേ? അപ്പോൾ ജൂൾ പെർ കൂളമാണ്. അതിന് വേറെ പേരുണ്ട് വോൾട്ട്. എന്താണ്? വോൾട്ട്. അപ്പോൾ പൊട്ടൻഷ്യലിനെ സൂചിപ്പിക്കുന്ന ലെറ്ററിങ് വി തന്നെയാണ്, അതിൻ്റെ യൂണിറ്റ് വോൾട്ട്. മനസ്സിലായോ? അതാണ്. ഇനി പൊട്ടൻഷ്യലിൻ്റെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണമെന്ന് വെച്ചാൽ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാം. ഡയമെൻഷണൽ ഫോർമുല വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൻ്റെ ഡയമെൻഷൻ ഫോർമുല, വർക്കിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്താ? വർക്ക് അറിയില്ല? വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ? ഫോഴ്സിൻ്റെ എന്തായാലും എല്ലാവർക്കും അറിയും. mL(T⁻² ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഒരെല്ലാം കൂടെ വരും. അപ്പോൾ എന്താ വരിക? mL²T⁻². mL²T⁻². അപ്പോൾ mL²T⁻² ബൈ അല്ലേ ചാർജ്. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ബൈ ടൈം. അപ്പോൾ ചാർജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു ടൈം. അപ്പോൾ കറണ്ടിന് നമുക്ക് ഐ തന്നെ കൊടുക്കാം, ടൈമിന് ടി എന്ന് കൊടുക്കാം. അപ്പോൾ എന്താ വരിക മക്കളെ? IT. എന്താ വരിക? IT. അപ്പോൾ വി പൊട്ടൻഷ്യലിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്താ വരിക? mL²T⁻². ഇത് മുകളിൽ പോകുമ്പോൾ -1 വരും. ഇവിടെ ഓൾറെഡി -2 ഉണ്ട്. അപ്പോൾ -3. പിന്നെ ഐ മേളിലേക്ക് പോകുമ്പോൾ I⁻1. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വർക്ക് ബൈ ചാർജ്. അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് ജൂൾ പെർ കൂളം. കാരണം വർക്ക് അല്ലേ, അതിൻ്റെ ജൂള്, അതുപോലെ തന്നെ എനർജീൻ്റെ ഈ ചാർജിൻ്റെ എന്താണ്? കൂളം. അപ്പോൾ ജൂൾ പെർ കൂളമിൻ്റെ ഒറ്റ പേര് വേറെയുണ്ട്, വോൾട്ട്. ഡയമെൻഷൻ ഫോർമുല വരിക, പൊട്ടൻഷ്യലിൻ്റെ ഡയമെൻഷൻ ഫോർമുല mL²T⁻³ I⁻1 എന്നാണ്. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു ഇലക്ട്രിക് ഫോഴ്സ് ബൈ ചാർജ് ആണ്. അപ്പോൾ വെക്റ്റർ ഫോർമാറ്റിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈക്വൽ ടു എന്താ വരിക? QE വെക്റ്റർ എന്നാണ് വരിക അല്ലേ? അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെതിരായി അപ്പോൾ -F വെക്റ്റർ ഈക്വൽ ടു എന്താ വരിക? -QE വെക്റ്റർ എന്നാണ് വരിക അല്ലേ? അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ വി ഈക്വൽ ടു വർക്കല്ലേ? വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ എന്നെടുക്കാം, നമുക്ക് ചാർജ് എന്നെടുക്കാം അല്ലേ? അപ്പോൾ വർക്കിന് പകരം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ചാർജ്. അപ്പോൾ ഞാൻ ഒരു സ്മോളർ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സ്മോളർ ആയിരിക്കും അല്ലേ? എക്സിൻ്റെ സ്മോളാണ് dx. ടോട്ടൽ ലെങ്ത് L ആണെങ്കിൽ അതിൻ്റെ സ്മോളസ്റ്റ് ആണ് dl. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ V ആണെങ്കിൽ അതിൻ്റെ സ്മോളസ്റ്റ് ആണ് dV. ഈക്വൽ ടു എന്താ വരിക അല്ലേ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെതിരായി അപ്പോൾ എന്തെടുക്കണം നമ്മൾ? -QE വെക്റ്റർ അല്ലേ? ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ് അല്ലേ? ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. വെക്ടറാക്കി എഴുതുമ്പോൾ അപ്പോൾ ഡോട്ട് വേണം അല്ലേ? സാധാരണ പറയുമ്പോൾ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. വെക്ടറാക്കി എഴുതുമ്പോൾ എന്താ വരിക? ഡോട്ട് പ്രോഡക്റ്റ് ആണ് അല്ലേ? അപ്പോൾ
മൈനസ് ക്യൂ ഇ വെക്റ്റർ ഡോട്ട് എന്താ വരിക ഡി എൽ വെക്റ്റർ ബൈ ക്യൂ എന്ന് വരും. അപ്പോൾ ക്യൂ മരിച്ചു പോകില്ലേ മക്കളെ അല്ലേ? അപ്പോൾ എന്താ വരിക ഡി വി ഈക്വൽ ടു എന്താ വരിക മൈനസ് ഇ വെക്റ്റർ ഡോട്ട് ഡി എൽ വെക്റ്റർ എന്ന് വരും. ഇതിൽ നിന്ന് ടോട്ടൽ പൊട്ടൻഷ്യൽ വി കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യണം? ഡി വി ആവർത്തിച്ച് കൂട്ടണ്ടേ? ആവർത്തിച്ച് കൂട്ടുന്നതിന് പകരം ഉപയോഗിക്കുന്ന ഒരു പുതിയ മെത്തേഡിൻ്റെ പേരാണ് ഇൻ്റഗ്രേഷൻ. നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവില്ല, കാരണം അത് മാത്സിൽ പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഇടാം മൈനസ്, ഇത് പുറത്തേക്ക് ഇട്ടു, ഇൻ്റഗ്രൽ ഇ വെക്റ്റർ ഡോട്ട് ഡി എൽ വെക്റ്ററാണ്. ഇ വെക്റ്റർ ഡോട്ട് ഡി എൽ വെക്റ്ററാണ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ശരിക്കൊന്നും മനസ്സിലായില്ലല്ലോ? ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഒന്നുകൂടെ പറയാം ഞാൻ. Electrostatic potential at a point is defined as the work done for moving a unit positive charge from ഇൻഫിനിറ്റി, അവിടെ നിന്ന് അനന്തതയിൽ കൊണ്ടുവരണം, ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് ആ പോയിന്റിൽ കൊണ്ടുവരണം. വിത്തൗട്ട് എനി ആക്സിലറേഷൻ ഇല്ലാതെ കൊണ്ടുവരണം. എഗൻസ്റ്റ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെതിരായി ആക്സിലറേഷൻ ഇല്ലാതെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നിങ്ങളൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ വർക്ക് ഡൺ ചെയ്യണം. ആ വർക്ക് ഡൺ ആണ് ആ പോയിന്റിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലായിട്ട് വരുന്നത്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ എന്താ? വർക്ക് ബൈ ചാർജ് അല്ലേ? പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് എന്താ? വോൾട്ട്. പൊട്ടൻഷ്യലിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്താ? ml² T⁻³ I⁻⁻1. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാണാൻ ഞാൻ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഫോഴ്സ് ബൈ ചാർജ്. അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് ഈക്വൽ ടു ഇതിൽ നിന്ന് എന്താ വരിക? ക്യൂ ഇ വെക്റ്റർ. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെതിരായി മൈനസ് എഫ് വെക്റ്റർ ഈക്വൽ ടു മൈനസ് ക്യൂ ഇ വെക്റ്റർ. പൊട്ടൻഷ്യൽ കാണണമെങ്കിൽ വർക്ക് ബൈ ചാർജ്. വർക്കിന് പകരം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് മാറ്റിയിട്ട് എഫ് വെക്റ്റർ ഡോട്ട് എന്ന് എഴുതാം. ഡി എസ് വെക്റ്റർ എന്നാണ് ഇവിടെ ഡി എൽ വെക്റ്റർ എന്നാണ് പറയുന്നത്. ഡി എൽ വെക്റ്റർ ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മൾ ചില സമയത്ത് ഡി എക്സ് എടുക്കും, ചില സമയത്ത് ഡി എൽ എടുക്കും അല്ലേ? അങ്ങനെ ചിലപ്പോൾ ഡി എസ് എടുക്കും, അങ്ങനെയൊക്കെ എടുക്കും. അപ്പോൾ ഇവിടെ എഫ് വെക്റ്റർ ഡോട്ട് ഡി എൽ വെക്റ്റർ ബൈ ചാർജ്. മനസ്സിലായില്ലേ അല്ലേ? അപ്പോൾ ഇതാണ് വർക്കായിട്ട് വരുന്നത്, സ്മോൾ വർക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ നമ്മൾ കുഞ്ഞിയ പൊട്ടൻഷ്യലാണ് കാണുന്നത് ഡി വി. അപ്പോൾ ഡി വി ഈക്വൽ ടു എന്താ വരിക? മൈനസ് ഫോഴ്സിന് പകരം മൈനസ് ക്യൂ ഇ വെക്റ്റർ ഡോട്ട് ഡി എൽ വെക്റ്റർ ഡിവൈഡ് ബൈ ക്യൂ. അപ്പോൾ ക്യൂവും വെട്ടിപ്പോയില്ലേ ഇല്ലേ? അപ്പോൾ ഡി വി ഈക്വൽ ടു മൈനസ് ഇ വെക്റ്റർ ഡോട്ട് ഡി എൽ വെക്റ്റർ. ഇത് കുഞ്ഞിയ പൊട്ടൻഷ്യലാണ്. therefore ടോട്ടൽ പൊട്ടൻഷ്യൽ കാണണമെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. മൈനസ് ഇൻ്റഗ്രൽ ഇ വെക്റ്റർ ഡോട്ട് ഡി എൽ വെക്റ്റർ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് നമ്മൾ ഡിസ്റ്റൻസിൻ്റെ ഭാഷയിൽ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് മാഷ് ഇവിടെ ഒരു ചിത്രം വരച്ചിട്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. എയിലേക്കുള്ള ഡിസ്റ്റൻസ് R, ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് RB. മനസ്സിലായി? ഒരു കുഞ്ഞ ഡിസ്റ്റൻസ് ഡി എൽ വെക്ടർ കാണിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ അങ്ങോട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെക്ടറും ഡി എൽ വെക്ടറും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാം നമുക്ക്. VB മൈനസ് VA ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ അല്ലേ? പൊട്ടൻഷ്യൽ കാണാൻ എന്താ ചെയ്യേണ്ടത്? മൈനസ് ഇൻ്റഗ്രൽ ഇ വെക്റ്റർ ഡോട്ട് ഡി എൽ വെക്റ്റർ അല്ലേ? അപ്പോൾ VB മൈനസ് VA ഈക്വൽ ടു ഇൻ്റഗ്രൽ A മുതൽ B വരെ. മനസ്സിലായി? ലിമിറ്റ് വന്നപ്പോൾ ഇവിടെ A മുതൽ B വരെ മൈനസ് ഇൻ്റഗ്രൽ A ടു B ഇ വെക്റ്റർ ഡോട്ട് എന്താ വരിക? ഡി എൽ വെക്റ്റർ. അപ്പോൾ VB മൈനസ് VA ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ A ടു B ഇ വെക്റ്റർ ഡോട്ട് ഡി എൽ വെക്റ്ററിന് പകരം എന്താ വരിക? EDL കോസ് തീറ്റ. എന്താ വരിക? EDL കോസ് തീറ്റ അല്ലേ? A വെക്റ്റർ ഡോട്ട് B വെക്റ്റർ ആണെങ്കിൽ AB കോസ് തീറ്റ. അപ്പോൾ ഈ വെക്റ്റർ ഡോട്ട് ഡി എൽ വെക്റ്റർ ആകുമ്പോൾ എന്തിട്ട് വരിക? EDL കോസ് തീറ്റ. തീറ്റ ഇവിടെ എത്ര എടുക്കണം എന്നാണ് മാഷ് പറഞ്ഞത്? 180 ഡിഗ്രി അല്ലേ? കോസ് 180 ഡിഗ്രി എത്രയാണ്? -1. അപ്പോൾ ഇവിടെ -1 വരും. ആ മൈനസ് ഈ മൈനസ് മരിച്ചു പോയില്ലേ? അപ്പം എന്താ വരിക? VB മൈനസ് VA ഈക്വൽ ടു ഇൻ്റഗ്രൽ A ടു B. ശരിയല്ലേ? അല്ലേ? ഇനി എന്താ വരും? ബാക്കി EDL എന്ന് വരും. എന്ത് വരും? EDL എന്ന് വരും. നെഗറ്റീവ് ചിഹ്നം വെട്ടിപ്പോയില്ലോ? പോയില്ലേ? ഓക്കെ. ഇനി
ഇക്ക് പകരം ഞാൻ എൻ്റെ മാഷ് മുന്നേ പഠിപ്പിച്ച ഇക്വേഷൻ എടുക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 1/4πε0 ചാർജ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ. ചാർജ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് ആറിൻ്റെ ഭാഷയിലാണ്, ഇവിടെ ലെങ്ത്തിൻ്റെ ഭാഷയിലാണ്. അപ്പോൾ ഞാൻ ഡി എല്ലിനെ ഞാൻ ആറിൻ്റെ ഭാഷയിലേക്ക് മാറ്റുമ്പോൾ എന്താ വരിക? ഡി ആർ. ഒരു നെഗറ്റീവ് ചിഹ്നം കൂടി ഇട്ട് കൊടുക്കും. നെഗറ്റീവ് ചിഹ്നം എന്തിനാണ് നെഗറ്റീവ് ചിഹ്നം ഇട്ട് കൊടുക്കണേ? അവിടെ നിന്ന് ഇങ്ങോട്ട് വരും തോറും ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നു. അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നെഗറ്റീവ് ചിഹ്നം എടുക്കുന്നത്. അപ്പോൾ ഡി എല്ലിൻ്റെ സ്ഥാനത്ത് എന്ത് ഇടണം? മൈനസ് ഡി ആർ. അപ്പോൾ വി ബി മൈനസ് വി എ ഈക്വൽ ടു എന്താ വരിക? ഇൻ്റഗ്രൽ എ ടു ബി അല്ലേ? ഇതിൻ്റെ സ്ഥാനത്ത് 1/4πε0 Q/r² ഇൻറ്റു ഡി എല്ലിൻ്റെ സ്ഥാനത്ത് മൈനസ് ഡി ആർ. അപ്പോൾ ആ നെഗറ്റീവ് ചിഹ്നം ഇങ്ങോട്ട് പോന്നോട്ടെ, പുറത്തേക്ക് പോന്നോട്ടെ. വി ബി മൈനസ് വി എ ഈക്വൽ ടു മൈനസ് അല്ലേ Q/4πε0. സ്ഥിരസംഖ്യ പുറത്തേക്ക് എടുത്തു, കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്തു. ഡി ആർ കണ്ടപ്പോൾ സന്തോഷമായി ഗോപിയേട്ട, ഡി ആർ കണ്ടപ്പോൾ സന്തോഷമായി ഗോപിയേട്ട. കാരണം ആറ് വരുന്നതാണ് എന്ത്? വേരിയബിൾ. ബാക്കിയുള്ള ഒരു കോൺസ്റ്റന്റ് അല്ലേ, അത് പുറത്തേക്ക് എടുത്തിട്ടു. അപ്പോൾ 1/4πε0 ക്യൂവും പുറത്തേക്ക് എടുത്തിട്ടപ്പോൾ ഒരുമിച്ച് Q/4πε0 അല്ലേ. ഇൻ്റഗ്രൽ ഇവിടെ ഡിസ്റ്റൻസ് വരുമ്പോൾ നമുക്ക് എ ടു ബി എന്ന് പറയേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസിൻ്റെ ഭാഷയിലേക്ക് മാറ്റാം. എനും ബീനും. ആറിൻ്റെ ഡിസ്റ്റൻസ് എൻ്റെ ഡിസ്റ്റൻസ് ആർ എന്നല്ലേ, അല്ലേ? ബീൻ്റെ ഡിസ്റ്റൻസ് ആർ ബി എന്നല്ലേ. അപ്പോൾ ഇവിടെ RA to RB എന്ന് കൊടുക്കാം, ശരിയല്ലേ? ബാക്കി 1/r² dr ആണ്. ഇൻ്റഗ്രൽ 1/r² dr കാണണം. അറിയില്ല, കാരണം ഇൻ്റഗ്രേഷൻ കിട്ടില്ല. അപ്പോൾ ഞാൻ മാഷ് കാണാപ്പാടം പഠിപ്പിക്കാം. ഇൻ്റഗ്രൽ x⁻n dxൻ്റെ ഉത്തരം x⁻n+1/n+1 ആണ്. ഇക്വേഷൻ ഉണ്ട് മാത്സിൽ. അപ്പോൾ ഇൻ്റഗ്രൽ 1/r² dr ചെയ്യാൻ പറ്റുമോ? ഇതേപോലെയാണ് കിടക്കണേ? അല്ല, ഈ r² മുകളിലേക്ക് എടുത്താൽ കുഴപ്പമില്ല. ഇൻ്റഗ്രൽ r⁻² dr. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എന്താ ഉത്തരം വരിക? എക്സിൻ്റെ സ്ഥാനത്ത് r എന്ന് കൊടുക്കാം, എന്നിൻ്റെ സ്ഥാനത്ത് -2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൻസറായി. അപ്പോൾ എന്താ വരിക? r⁻² -2+1 ഡിവൈഡ് ബൈ -2+1. അപ്പോൾ r⁻1/-1. അപ്പോൾ -r⁻1. നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ആയല്ലോ. r⁻1 അടിയിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ -1/r. അപ്പോൾ ഇൻ്റഗ്രൽ 1/r² dr ഉത്തരം -1/r എന്നാണ്. ഇവിടെ ഒന്നും കൂടെ വ്യക്തമായിട്ട് നോക്കട്ടാ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇൻ്റഗ്രൽ x⁻n dxൻ്റെ ഉത്തരം x⁻n+1/n+1 എന്നാണ്. അങ്ങനെയാണെങ്കിൽ 1/r² dr ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ r² മേളിലേക്ക് എടുക്കുമ്പോൾ r⁻². അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 6 കൊടുക്കാം, എന്നിൻ്റെ സ്ഥാനത്ത് -2 കൊടുത്തു കഴിഞ്ഞാൽ r⁻²+1 ഡിവൈഡ് ബൈ -2+1. അപ്പോൾ r⁻1/-1. അപ്പോൾ -r⁻1. അപ്പോൾ എന്ത് വരും? -1/r. അപ്പോൾ വി ബി മൈനസ് വി എ ഈക്വൽ ടു -Q/4πε0 -1/r ലിമിറ്റ് കമ്മിങ് ഫ്രം RA to എന്താ വരിക? RB. അപ്പോൾ ഈ നെഗറ്റീവ് പോസിറ്റീവ് ആയില്ലേ? അപ്പോൾ വി ബി മൈനസ് വി എ ഈക്വൽ ടു അത് പോസിറ്റീവായി. അപ്പോൾ ബാക്കി Q/4πε0 അല്ലേ 1/r ലിമിറ്റ് കമ്മിങ് ഫ്രം RA to RB. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് വരുമ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നാണ് അല്ലേ. ആരാണ് വേരിയബിൾ? ആറാണല്ലോ വേരിയബിൾ. നേരത്തെ ഡി ആർ കണ്ടപ്പോൾ സന്തോഷമായി ഗോപിയേട്ടാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആറാണ് വേരിയബിൾ വരുന്നത്. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുക. 6 മാറ്റി RB മൈനസ് 6 മാറ്റി 6. അപ്പോൾ 1/6 എന്ന് വരും അല്ലേ. നമ്മൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ് മക്കളെ? ഇൻഫിനിറ്റിയിൽ നിന്ന് അല്ലേ. അപ്പോൾ ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ എത്രയാണ് മക്കളെ? 0 ആണ്. അപ്പോൾ വി എന്നുള്ളത് 0 എന്ന് വരും. അപ്പോൾ ഇവിടെ 0 ആവും, മനസ്സിലായോ? ഇവിടെ ഇൻഫിനിറ്റി എന്ന് വരും. അപ്പോൾ വി ബി ഈക്വൽ ടു Q/4πε0 ഇൻറ്റു 1/RB മൈനസ് 1/∞ എന്നാവും. 1/∞ 0 ആണ്. 1/∞ 0 ആണ്. അപ്പോൾ അത് 0 ആയിപ്പോയി. അപ്പോൾ വി ബി ഈക്വൽ ടു എന്താ വരിക മക്കളെ? Q/4πε0 ഇൻറ്റു 1/RB. അപ്പോൾ ബി എന്നുള്ള പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്യാം. പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് വി ഈക്വൽ ടു എന്താ വരിക? 1/4πε0 Q/r എന്നാണ് വരിക. എന്താ വരിക? വി ഈക്വൽ ടു 1/4πε0 Q/r. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമുക്കറിയില്ല, അതാണ്. എങ്കിലും ഞാൻ ഒന്നും കൂടെ പറയാൻ ശ്രമിക്കാം. പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ എന്താണ്?
മൈനസ് ഇൻ്റഗ്രൽ ഇ വെക്റ്റർ ഡോട്ട് ഡി എൽ വെക്റ്റർ. അപ്പോൾ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണെങ്കിൽ വി ബി മൈനസ് വി എ ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ, ഇവിടെ ലിമിറ്റ് ഇല്ല, അപ്പോൾ ഇവിടെ ലിമിറ്റ് വന്നു എയും ബിയും, എ മുതൽ ബി വരെ ഇ വെക്റ്റർ ഡോട്ട് ഡി എൽ വെക്റ്റർ. അപ്പോൾ വി ബി മൈനസ് വി എ ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി, എന്താ വായിക്കുക, ഇൻ്റഗ്രൽ എ ടു ബി അല്ലേ. ഇ വെക്റ്റർ ഡോട്ട് ഡി എൽ വെക്റ്ററിന് ഡോട്ട് പ്രൊഡക്റ്റ് മാറ്റുമ്പോൾ എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്ററിന് മാറ്റുമ്പോൾ എ ബി കോസ് തീറ്റ. അപ്പോൾ ഇ വെക്റ്റർ ഡോട്ട് ഡി എൽ വെക്റ്ററിന് മാറ്റുമ്പോൾ ഇ ഡി എൽ കോസ് തീറ്റ. തീറ്റന് ആ ചിത്രത്തിൽ നോക്കി കഴിഞ്ഞാൽ തീറ്റ എത്ര കൊടുക്കേണ്ടതെന്ന് മനസ്സിലാവും. ഒരാൾ ഇങ്ങിടും ഒരാൾ ഇങ്ങിടും. അപ്പോൾ ഒരു ലൈൻ്റെ ആംഗിൾ 180 ഡിഗ്രി, കോസ് 180 ഡിഗ്രി -1 ആണ് അല്ലേ. അപ്പോൾ എന്താ വരിക മക്കളെ, ആ -1 ഈ നെഗറ്റീവും പോയി. അപ്പോൾ നമുക്ക് വി ബി മൈനസ് വി എ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എന്തായി, ഇ ഡി എല്ലിന് മാത്രമായില്ലേ. ഇനി ഞാൻ ഡിസ്റ്റൻസിൻ്റെ ഭാഷയിലേക്ക് പോവാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ജനറലൈസ്ഡ് ഇക്വേഷൻ എന്താ, 1/4πε0 ചാർജ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ അല്ലേ. അപ്പോൾ ഡി എൽ എന്നുള്ളത് ആറിൻ്റെ ഭാഷയിലേക്ക് മാറുമ്പോൾ ഡി ആർ എന്നാവും. എന്തിനാണ് നെഗറ്റീവ് ചിഹ്നിട്ടുള്ളത്, ഡിക്രീസിങ്, ഡിസ്റ്റൻസ് ഡിക്രീസിങ് അല്ലേ. അപ്പോൾ വി ബി മൈനസ് വി എ ഈക്വൽ ടു ഇൻ്റഗ്രൽ അല്ലേ. ഇവിടെ എ ടു ബി എന്നുള്ള ലിമിറ്റ് മാറി ഡിസ്റ്റൻസിൻ്റെ ഭാഷയിലായി. ആ എക്ക് പകരം ഡിസ്റ്റൻസ് ഓഫ് ടു ദ എ, അപ്പോൾ ആർ എ. ഇത് ബിക്ക് പകരം ഡിസ്റ്റൻസ് ടു ദ ബി, ആർ ബി അല്ലേ. 1/4πε0 Q/r² ഇൻറ്റു മൈനസ് ഡി ആർ. ഈ നെഗറ്റീവ് പുറത്തേക്ക് എടുത്തിട്ട് കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്തിട്ടോ ബാക്കി ഇൻ്റഗ്രൽ ആർ എ ടു ആർ ബി 1/r² ഡി ആർ. ഇത് നിങ്ങൾക്ക് കിട്ടില്ല എങ്കിൽ ഞാൻ വെറുതെ മനസ്സിലാക്കാൻ ചെറിയൊരു ശ്രമം നടത്തി വയ്ക്കുകയാണ്. ഇൻ്റഗ്രൽ x⁻n dxൻ്റെ ജനറലൈസ്ഡ് ഇക്വേഷൻ x⁻n + 1/n+1. അപ്പോൾ ഇൻ്റഗ്രൽ 1/r² ഡി ആറിൻ്റെ ഉത്തരം ഇൻ്റഗ്രൽ r⁻² dr. ഇത് മുകളിലേക്ക് എടുത്തു. അപ്പോൾ ഇതേപോലെ അപ്പോൾ r⁻² + 1 ഡിവൈഡ് ബൈ -2 + 1. അപ്പോൾ r⁻−1/-1. അപ്പോൾ ഇത് നെഗറ്റീവായി. ഇനി r⁻−1 അടിയിലേക്ക് പിടിച്ചിട്ടാ 1/r. അപ്പോൾ -1/r. ആ -1/r ഇവിടെ കൊടുത്തു. അപ്പോൾ ഈ നെഗറ്റീവ് പോസിറ്റീവായി. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കണം, പിന്നെ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ Q/4πε0 ഇൻറ്റു 1/rb മൈനസ് 1/ra എന്ന് വരും അല്ലേ. ഇപ്പോൾ ചാർജിന് അവിടെ നിന്നല്ല കൊണ്ടുവരുന്നത്. അപ്പോൾ ആർ എന്നുള്ളത് ഇൻഫിനിറ്റി എടുത്തു. ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പോൾ വി എ ഈക്വൽ ടു 0. അപ്പോൾ ഇത് പോയി, മനസ്സിലായില്ലേ. ഇനി ഇവിടെ ആറിൻ്റെ സ്ഥാനത്ത് 1/∞ കൊടുത്തു. 1/∞ 0 ആണ്. അപ്പോൾ അത് പോയി. അപ്പോൾ വി ബി ഈക്വൽ ടു Q/4πε0 ഇൻറ്റു 1/rb. ഇനി ആർ ബി ബീനെ ഡ്രോപ്പ് ചെയ്ത് കളയും. അപ്പോൾ ബി എന്നുള്ള പോയിന്റ് വേണ്ട, നമുക്ക് ജനറൽ ആയിട്ടുള്ളൊരു പോയിന്റ് ആണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പേര് വേണ്ട. പേര് വരുമ്പോൾ അപ്പോൾ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് വി ഈക്വൽ ടു എന്താണ് ആൻസർ, 1/4πε0 Q/r അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള സമവാക്യം എന്താണ്, ഇവിടെ എന്താ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള സമവാക്യം 1/4πε0 Q/r². ഇവിടെ Q/r ഉള്ളൂ കേട്ടോ. അപ്പോൾ പൊട്ടൻഷ്യൽ ശ്രദ്ധിക്കുക, ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പ്രൊപ്പോർഷണൽ ടു 1/r². പൊട്ടൻഷ്യൽ പ്രൊപ്പോർഷണൽ ടു 1/r ആണ് വരിക. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് വി ഈക്വൽ ടു 1/4πε0 ചാർജ് ബൈ ഡിസ്റ്റൻസ് Q/r. ഓക്കെ, എന്തായാലും ഒന്നും കൂടെ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് എന്താണെന്ന് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. മക്കളെ, നമ്മൾ ലാസ്റ്റ് സംസാരിച്ച് നിർത്തിയത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് കാണാൻ ഇക്വേഷൻ വി ഈക്വൽ ടു 1/4πε0 ചാർജ് ബൈ ഡിസ്റ്റൻസ്. 1/4πε0 ചാർജ് ബൈ ഡിസ്റ്റൻസ് വി ഈക്വൽ ടു 1/4πε0 Q/r എന്നാകുന്നു. ഇനി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇലക്ട്രിക് ഡൈപോൾ മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ കുറിച്ചാണ്. സിമിലർ ടോപ്പിക്ക് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. എന്തായിരുന്നു ആ ടോപ്പിക്, എന്തായിരുന്നു, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. അത് ആക്സിയൽ പോയിന്റ് നമ്മൾ ചെയ്തു, ഇക്വറ്റോറിയൽ പോയിന്റ് ചെയ്തു, ശരിയല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഡൈപോൾ മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയാകുന്നു എന്നുള്ളത് കണ്ടുപിടിക്കണം. അത് ആക്സിയൽ പോയിന്റും കാണണം, ഇക്വറ്റോറിയൽ പോയിന്റും കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ
അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്. മനസ്സിലായി? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ എന്താ ഉണ്ടാവുക നമുക്ക് നോക്കാം. ഏറ്റവും തന്നെ നമ്മളൊരു ഇലക്ട്രിക് ഡൈപോൾ കൺസിഡർ ചെയ്യുക. ഇലക്ട്രിക് ഡൈപോൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ മൈനസ് ക്യൂ ചാർജ് ലെഫ്റ്റിൽ കീപ്പ് ചെയ്യുക, ഇവിടെ ഇപ്പോൾ പ്ലസ് ക്യൂ ചാർജ്. ശരിയല്ലേ? ഓക്കെ. ഡൈപോളുകൾ, ഈ ചാർജുകൾ തമ്മിലുള്ള അകലമാണ് ഇലക്ട്രിക് ഡൈപോൾ ലെങ്ത്. അത് എത്രയാണ് മക്കളെ? 2a അല്ലേ? അപ്പോൾ അതിൻ്റെ സെൻറ്ററാണ് ആര്? O എന്ന് കരുതുക. O സെൻറ്ററാണ് O എന്ന് കരുതുക. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടത്തോളം വരെ A, ഇവിടെ തൊട്ട് ഇവിടത്തോളം വരെ A. അപ്പോൾ AB എന്നാണ്, ക്യാപിറ്റൽ AB എന്നാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോളിന് പേര് കൊടുക്കുന്നത് അല്ലേ? AB ഈസ് എൻ ഇലക്ട്രിക് ഡൈപോൾ വിച്ച് സെപ്പറേറ്റ്സ് എന്താണ്? ടു ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ചാർജസ് ടു എ സ്മോൾ ഡിസ്റ്റൻസ്. സ്മോൾ ഡിസ്റ്റൻസ് ആണ് ഈ 2a. പക്ഷെ കാണാൻ വേണ്ടിയിട്ടാണ് അല്ലെ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്ര വലുതാക്കി വരയ്ക്കുന്നത്. ഈ 2a എന്ന് പറയുന്നത്, A എന്ന് പറയുന്നതൊക്കെ നെഗ്ലിജിബിൾ ഡിസ്റ്റൻസ് ആണ്. നെഗ്ലിജിബിൾ ഡിസ്റ്റൻസ് ആണ്, അത് ഓർത്ത് വയ്ക്കാടാ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു P എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുന്നു. P എന്ന് പറഞ്ഞ പോയിന്റ് ആക്സിയൽ അല്ല, ഇക്വറ്റോറിയൽ അല്ല. ആക്സിയൽ ആണെങ്കിൽ ഇതിന് നേരെ ഇവിടെ ഇരുന്നിരുന്നു, ഇക്വറ്റോറിയൽ ആണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ ഇരുന്നിരുന്നു. ഇപ്പം P എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കണം. അപ്പോൾ ഇതൊരു ആക്സിയൽ പോയിന്റും അല്ല, ഇക്വറ്റോറിയൽ പോയിന്റും അല്ല. മനസ്സിലായി? അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കണം. Pയിലേക്ക് ഈക്വലൻ്റ് ആയിട്ട് അതിലേക്ക് യോജിപ്പിക്കുന്ന ഒരു ലൈൻ വരയ്ക്കുന്നു. P 6 ഡിസ്റ്റൻസ് അകലെയാണ്. ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണ് കിടക്കുന്നത്? 6 ഡിസ്റ്റൻസ് അകലെയാണ്. ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് 6 ഡിസ്റ്റൻസ് അകലെ കിടക്കുന്ന ഒരു പോയിൻ്റാണ് ആര്? P. P ഈസ് എ പോയിന്റ് വിച്ച് ഈസ് 6 ഡിസ്റ്റൻസ് അവേ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ഡൈപോൾ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? ഡൈപോളുമായിട്ട് P ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. P ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. ഡൈപോളുമായിട്ട് P എന്ന് പറയുന്ന ലൈനിലേക്കുള്ള ലൈൻ ഓഫ് ജോയിനിങ് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ഇനി ഞാൻ എന്ത് ചെയ്തു? Pയിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജിലേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണ്. നെഗറ്റീവ് ചാർജിലേക്കും ഒരു ലൈൻ വരച്ചു. ഇനി ഞാൻ ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെ റൈറ്റ് ആംഗിൾ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ ഇവിടെയും റൈറ്റ് ആംഗിൾ. ഇതിൻ്റെ പേര് നമ്മൾ M എന്ന് വിചാരിക്കുക. ഇതിൻ്റെ പേര് N. ഈ പോയിൻ്റാണ് ആര്? സെൻറ്റർ O അല്ലേ? ഓക്കെ. O മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. OP എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് 6. മനസ്സിലായ? ഇനി നമുക്ക് OM എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, ON എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് വെർട്ടിക്കൽ ആംഗിൾ സെയിം ആകുമ്പോൾ ഇവിടെ എന്ത് വരും? തീറ്റ വരും അല്ലേ? അപ്പോൾ ഫ്രം റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ പേര് AMO എന്നാണ് വിചാരിക്കുക. AMO. അപ്പോൾ നമുക്ക് കോസ് തീറ്റ കണ്ടാൽ എന്ത് കിട്ടും? അഡ്ജസൻറ്റ് സൈഡ് അല്ലേ? ആരാത്? OM ബൈ ഹൈപ്പോട്ടന്യൂസ്. ആരാത്? OA. അപ്പോൾ OM ബൈ OA എന്ന് വിളിക്കുന്നത് സ്മോൾ ലെറ്റർ A അല്ലേ മക്കളെ? അല്ലേ? അപ്പോൾ എന്താ വരിക? OM ഈക്വൽ ടു A കോസ് തീറ്റ. അപ്പോൾ ഇവിടെ എന്താ വരിക? A കോസ് തീറ്റ എന്നാണ് വരിക കേട്ടോ. ആകെ കൺജസ്റ്റഡ് ആണ്, ശ്രദ്ധിക്കട്ടോ. A കോസ് തീറ്റ. ഇനി ഫ്രം റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലേ? ഇതിൻ്റെ പേര് BNO. അവിടെയും കോസ് തീറ്റ കണ്ടാൽ എന്താ കിട്ടുക? അഡ്ജസൻറ്റ് ON ബൈ OB എന്നായിരിക്കും വരിക അല്ലേ? അപ്പോൾ നമുക്ക് ON ബൈ A എന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ ON ഈക്വൽ ടു എന്തെന്നെ വരിക? A കോസ് തീറ്റ തന്നെയാണ് വരിക അല്ലേ? ONഉം OMഉം A കോസ് തീറ്റ. അപ്പോൾ ഇവിടെയും A കോസ് തീറ്റ കേട്ടോ. A കോസ് തീറ്റ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിത്രം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, OMഉം ONഉം തുല്യമായി വരാൻ ശ്രദ്ധിക്കണം. കാരണം ഡിറൈവ് ചെയ്തപ്പോൾ നമുക്കത് രണ്ടും ഈക്വലൻ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ കുറച്ച്
ഒരു കൺജസ്റ്റഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ഞാൻ പറയാം. എ ബി ഈസ് എൻ ഇലക്ട്രിക് ഡൈപോൾ. എ ബി ഈസ് എൻ ഇലക്ട്രിക് ഡൈപോൾ. എങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക് എ ബി ഇലക്ട്രിക് ഡൈപോൾ ആണെന്ന് എങ്ങനെ മനസ്സിലായി? ടു ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. സ്മോൾ ഡിസ്റ്റൻസ് ആണ് കേട്ടോ, പക്ഷെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് വലുതാക്കി വരയ്ക്കുന്നത്. 2a. ഒ ബി ഇറ്റ്സ് സെൻറ്റർ. ഒ എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്റർ ആകുന്നു. അപ്പോൾ ഒ മുതൽ എ വരെയും അതുപോലെ തന്നെ ഒ മുതൽ ബി വരെയും എത്ര വരിക? 2a പകുതി ആക്കുമ്പോൾ എ എന്നല്ലേ വരിക അല്ലേ? അപ്പോൾ ഒ എന്ന് പറയുന്നത് എ ആണ്, ഒ ബി എന്ന് പറയുന്നത് എ ആണ്. പി ഈസ് എ പോയിന്റ്. ആക്സിയൽ അല്ല, ഇക്വറ്റോറിയൽ അല്ല. ആക്സിയലും അല്ല, ഇക്വറ്റോറിയം അല്ല. പി ഈസ് എ പോയിന്റ് വിച്ച് ഈസ് r distance away from the center of the dipole. r distance away from the center of the dipole അല്ലേ? അപ്പോൾ നമ്മൾ ആ ലൈൻ വരച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? ഈ എ പിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സിലായ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് കണ്ട ഇതിനെ ഇവിടെ നിന്ന് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കാം അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരച്ചു. അതുപോലെ തന്നെ ഇവനിങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇരിക്കുക അല്ലേ? അപ്പോൾ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അങ്ങോട്ടേക്കും വരച്ചു. അപ്പോൾ ഇവിടെ ആംഗിള് ഡൈപോളുമായി ലൈൻ ജോയിനിങ് ടു ദ പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഇവിടെ തീറ്റ വരുമ്പോൾ ഇവിടെയും ഓപ്പോസിറ്റ് വെർട്ടിക്കൽ ആകുമ്പോൾ ഇവിടെയും തീറ്റ വരുമല്ലോ അല്ലേ? അത് വെച്ചിട്ട് ഞാൻ ഒ എമ്മും ഒ എന്നും സോൾവ് ചെയ്തു. എങ്ങനെയാണ് ഒ എമ്മും ഒ എന്നും സോൾവ് ചെയ്യുന്നത്? ഫ്രം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒ എം എന്താ? ഒ എം എ അല്ലേ? അല്ലെങ്കിൽ എ എം ഒയിൽ നിന്ന് നമ്മൾ എന്ത് കാണുക? കോസ് തീറ്റ കണ്ടുപിടിച്ചാൽ ഒ എം ബൈ ഒ എന്നല്ലേ വരിക അല്ലേ? അപ്പോൾ ഒ എം ബൈ എ എന്നല്ലേ വരിക? അപ്പോൾ ഒ എം ഈക്വൽ ടു എ കോസ് തീറ്റ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അതുപോലെ തന്നെ മറ്റേ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കുക. എൻ്റെ പേര് ബി എൻ ഒ. അതിലും കോസ് തീറ്റ കണ്ടുപിടിച്ചാൽ എന്താ കിട്ടുക? ഒ എൻ ബൈ ഒ ബി. അപ്പോൾ ഒ എൻ ബൈ സ്മോൾ ലെറ്റർ എൻ വരും. അപ്പോൾ ഒ എൻ ഈക്വൽ ടു എന്താ വരും മക്കളെ? എ കോസ് തീറ്റ. അപ്പോൾ ചിത്രം വരയ്ക്കുമ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചില്ലേ ഡൈപോൾ കൊണ്ടുള്ളത് അല്ലെ? രണ്ട് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത് രണ്ടും കൂടെ കൂട്ടല്ലേ വേണ്ടേ? അതേപോലെ തന്നെ ഇവിടെ ചെയ്യാം. V1 is the എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. V1 is the electric potential due to ആര് മൂലമാണ്? പ്ലസ് ക്യൂ ചാർജ് അല്ലേ? എവിടെ? അറ്റ് പി അല്ലേ? അപ്പോൾ അത് കണ്ടുപിടിക്കാം. V1 കണ്ടുപിടിക്കാം. V1 ഈക്വൽ ടു എന്താ വരിക? 1/4πε0 അല്ലേ? ഇവിടെ പൊതു ഇക്വേഷൻ ഉണ്ടല്ലോ, ജനറൽ ഇക്വേഷൻ ഉണ്ടല്ലോ. V ഈക്വൽ ടു 1/4πε0. അവിടുത്തെ ചാർജ് ക്യൂ ബൈ അവിടുത്തെ ഡിസ്റ്റൻസ്. അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടത്തോളം വരെയാണ് അല്ലേ? പോസിറ്റീവ് ചാർജും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 അല്ലല്ലോ, അത് സെൻറ്ററിൽ നിന്നുള്ളതല്ലേ? ഇതല്ലേ വരിക? അപ്പോൾ ഇവിടെ എന്താ വരിക മക്കളെ? ബി പി അല്ലേ? അപ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരയ്ക്കുമ്പോൾ ബി പി നിയറർലി ഈക്വൽ ടു എന്തെടുക്കാം? ബി പി നിയറർലി ഈക്വൽ ടു എന്നെടുക്കാം മക്കളെ? എൻ പി എന്ന് എടുക്കാം. എൻ പി ഈക്വൽ ടു എത്രയെന്ന് എടുക്കാം? ഇവിടം തൊട്ട് ഇവിടത്തോളം വരെ 6, ഇവിടം തൊട്ട് ഇവിടത്തോളം വരെ കോസ് തീറ്റ. അപ്പോൾ എത്ര എടുക്കുക നിങ്ങൾ? അപ്പോൾ എത്ര എടുക്കുക? ആർ മൈനസ് എ കോസ് തീറ്റ. ആർ മൈനസ് എ കോസ് തീറ്റ എന്നാണ് എടുക്കേണ്ടത്. ആർ മൈനസ് എ കോസ് തീറ്റ എന്നാണ് എടുക്കേണ്ടത്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താ? ആർ മൈനസ് എ കോസ് തീറ്റ എന്നാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പം എന്താ വരിക മക്കളെ? V1 ഈക്വൽ ടു 1/4πε0 ക്യൂ ഡിവൈഡ് ബൈ ആർ മൈനസ് എ കോസ് തീറ്റ എന്ന് വരും. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ. അതുപോലെ V2 ഈസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു ആര് മൂലം? മൈനസ് ക്യൂ ചാർജ്. അപ്പം എന്താ വരിക മക്കളെ? V2 ഈക്വൽ ടു 1/4πε0 അവിടുത്തെ ചാർജ് മൈനസ് ക്യൂ അല്ലേ? ഡിവൈഡ് ബൈ അവിടുത്തെ ഡിസ്റ്റൻസ് എത്ര വരിക മക്കളെ? എ പി അല്ലേ? അപ്പം എ പി നിയറർലി ഈക്വൽ ടു എന്താ വരിക മക്കളെ? എം പി ഈക്വൽ ടു എന്താ വരിക മക്കളെ? ആർ പ്ലസ് എ കോസ് തീറ്റ എന്നല്ലേ? ആർ പ്ലസ് എ കോസ് തീറ്റ എന്നല്ലേ വരിക? ഇവിടെ നിന്നിട്ട് ഇവിടത്തോളം വരെ 6, ഇവിടെ നിന്നിട്ട് ഇവിടത്തോളം വരെ എ കോസ് തീറ്റ. അപ്പോൾ ആർ പ്ലസ് എ കോസ് തീറ്റ. അപ്പോൾ V2 ഈക്വൽ ടു എന്താ വരിക? മൈനസ് 1/4πε0 ക്യൂ ഡിവൈഡ് ബൈ ആർ പ്ലസ് എ കോസ് തീറ്റ എന്ന് വരും. ആർ പ്ലസ് എ കോസ് തീറ്റ. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഇനി നെറ്റ് പൊട്ടൻഷ്യൽ കിട്ടാൻ എന്ത് ചെയ്യണം? Therefore ടോട്ടൽ പൊട്ടൻഷ്യൽ കിട്ടാൻ എന്ത് ചെയ്യണം? ടോട്ടൽ പൊട്ടൻഷ്യൽ V ഈക്വൽ ടു എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. V ഈക്വൽ ടു V1 പ്ലസ് V2. V1 പ്ലസ്
V2. അപ്പോൾ V ഈക്വൽ ടു എന്താ വരിക മക്കളെ? പറ. 1/4 pi epsilon 0 q by r minus a cos theta അല്ലേ പ്ലസ് മൈനസ് 1/4 pi epsilon 0 q by r plus a cos theta എന്നല്ലേ വരിക? അല്ലേ അല്ലേ? അപ്പോൾ പൊതുവായിട്ട് ആരെ പുറത്തേക്ക് എടുക്കുക? കോമൺ ആയിട്ട് ആര് പുറത്തേക്ക് എടുക്കണം? 1/4 pi epsilon 0 ക്യൂവും പുറത്തേക്ക് എടുത്തൂടെ? ഓക്കെ. അപ്പോൾ ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുന്നുണ്ട് കേട്ടോ. സ്ഥലമില്ലാത്ത കാരണേ ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞോളൂ. V ഈക്വൽ ടു q/4 pi epsilon 0 പുറത്തേക്ക് എടുത്താൽ q/4 pi epsilon 0 പുറത്തേക്ക് എടുത്താൽ ബാക്കി ഇവിടെ 1/r minus a cos theta അല്ലേ? മൈനസ് ഇവിടെ എന്താ 1/r plus a cos theta. ശരിയല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? LCM എടുത്തിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ V ഈക്വൽ ടു എന്താ വരിക? q/4 pi epsilon 0 ഇൻറ്റു ഇവിടെ r പ്ലസ് a cos theta ഇൻറ്റു r മൈനസ് a cos theta എന്ന് വരും അല്ലേ? മുകളിലോ ഇത് ഇങ്ങോട്ടേക്ക് പോകും, ഇത് ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ r പ്ലസ് a cos theta മൈനസ് r മൈനസ് a എന്ത് വരും മക്കളെ? cos theta എന്ന് വരും. ശരിയല്ലേ? അല്ലേ? അപ്പോൾ ഇവിടെ എന്താ സൈൻ മാറുമ്പോൾ ആറും മൈനസ് ആറും മരിച്ചു പോകും അല്ലേ? ഇത് നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവ് ആവും. അപ്പോൾ എന്താ വരിക? V ഈക്വൽ ടു q/4 pi epsilon 0 അല്ലേ? a cos theta കൂട്ടുമ്പോൾ 2a cos theta അല്ലേ? ഡിവൈഡ് ബൈ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി അല്ലേ? സിനിമയിൽ തിലകൻ പറയുന്ന പോലെ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി അല്ലേ? അവിടെ സിനിമയിൽ തിലകൻ എന്താ പറയുന്നത്? a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞിട്ട് പറയില്ലേ? അതേപോലെ ഇവിടെ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി വരുമ്പോൾ പറയ് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പം എന്താ വരിക? r സ്ക്വയർ മൈനസ് a സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. ശരിയല്ലേ? Q ഇൻറ്റു 2a കണ്ടു കഴിഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റ് P കൊടുക്കണം എന്നുള്ള കാര്യം അറിയാലോ. Q ഇൻറ്റു 2a വന്നു കഴിഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റ് P എന്ന് കൊടുക്കണം എന്നറിയാലോ. ഇനി R ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ A അല്ലേ? അപ്പോൾ R സ്ക്വയർ മൈനസ് A സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്നുള്ളത് നിയറർലി എന്തെന്ന് എടുത്താൽ മതി? R സ്ക്വയർ എന്ന് എടുത്താൽ മതി. അപ്പോൾ V ഈക്വൽ ടു എന്തെന്ന് വരും മക്കളെ? ഉത്തരം 1/4 pi epsilon 0. ശരിയല്ലേ? Q ഇൻറ്റു 2a പകരം ഡൈപോൾ മൊമെന്റ് P പിന്നൊരു കോസ് തീറ്റ ഡിവൈഡ് ബൈ എന്താ വരിക മക്കളെ? R സ്ക്വയർ. V ഈക്വൽ ടു 1/4 pi epsilon 0 P കോസ് തീറ്റ ബൈ R സ്ക്വയർ എന്നാണ് ഉത്തരം വരിക. വെരി സിമ്പിളാണ്. പക്ഷേ ബോർഡ് നിറയെ ഉണ്ട്. അതാണ് നമ്മുടെ ഡെറിവേഷൻ്റെ പ്രത്യേകത കേട്ടോ. പക്ഷേ അതിൻ്റെ ട്രിക്ക് മനസ്സിലാക്കിയാൽ മതി. ഒന്നുമില്ല, ജനറലി പൊട്ടൻഷ്യൽ V ഈക്വൽ ടു 1/4 pi epsilon 0 ചാർജ് ബൈ ഡിസ്റ്റൻസ്. അല്ലാണ്ട് ഞാൻ 1/4 pi epsilon 0 Q/R എന്നൊന്നും പറയാറില്ല കേട്ടോ. ഞാൻ അതിനെ ജനറലൈസ് ചെയ്തിട്ടാണ് എപ്പോഴും പറയാം. 1/4 pi epsilon 0 ചാർജ് ബൈ ഡിസ്റ്റൻസ്. ഇലക്ട്രിക് ഫീൽഡ് ആകുമ്പോഴോ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 1/4 pi epsilon 0 ചാർജ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ അങ്ങനെയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം, ശ്രദ്ധിക്കുക നിങ്ങൾ. ഒരു ഡൈപോൾ ആകുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ആകെയുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുമ്പോൾ രണ്ട് പൊട്ടൻഷ്യലുകളുടെ ആകെ തുകയല്ലേ വരിക? കാരണം ഡൈപോൾമാരുള്ളത് രണ്ട് ചാർജുകളാണ്. ആ ചാർജുകൾ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലിൻ്റെ ആകെ തുകയല്ലേ നമ്മൾ എടുക്കേണ്ടത് അല്ലേ? അപ്പോൾ ഒന്നാമത് പോസിറ്റീവ് ചാർജ് കൊണ്ട് പ്ലസ് Q ചാർജ് കൊണ്ട് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ V1 കണ്ടുപിടിക്കുക. 1/4 pi epsilon 0 ഇൻറ്റു അവിടുത്തെ ചാർജ് ബൈ അവിടുത്തെ ഡിസ്റ്റൻസ്. അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ BP-ന് വരിക. ആ BP-നെ നമ്മൾ പെർപെൻഡിക്കുലർ വരച്ച് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെടുക്കാം? R മൈനസ് A കോസ് തീറ്റ എന്നെടുക്കാം. R മൈനസ് A കോസ് തീറ്റ എന്നെടുക്കാം. പറഞ്ഞ കാര്യം മനസ്സിലായോ? അതുപോലെ V2 നെഗറ്റീവ് ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V2 ഈക്വൽ ടു 1/4 pi epsilon 0 മൈനസ് Q ബൈ എന്നെടുക്കാം? മൈനസ് Q ചാർജും പോയിന്റും തമ്മിലുള്ള അകലം AP-ക്ക് നിയറർലി ഈക്വൽ ടു എന്നെടുക്കാം നമുക്ക് MP എന്നോ PM എന്നോ എടുക്കാം. അപ്പോൾ R പ്ലസ് A കോസ് തീറ്റ കൊടുത്തു. രണ്ടും കൂടെ ആഡ് ചെയ്തുമ്പോൾ നെറ്റ് പൊട്ടൻഷ്യൽ കിട്ടി. നെറ്റ് പൊട്ടൻഷ്യൽ V ഈക്വൽ ടു 1/4 pi epsilon 0 അല്ലേ? Q ബൈ R മൈനസ് A കോസ് തീറ്റ മൈനസ് പ്ലസ് മൈനസ് വരുമ്പോൾ മൈനസ് ആയില്ലേ? 1/4 pi epsilon 0 Q ബൈ R പ്ലസ് A ഹോൾ സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക? കോമൺ ആയിട്ടുള്ളത് പുറത്തേക്ക് എടുക്കുക. Q/4 pi epsilon 0 പുറത്തേക്ക് എടുത്തു. ഇനി 1/R മൈനസ് A കോസ് തീറ്റ മൈനസ് 1/R പ്ലസ് A കോസ് തീറ്റ. അപ്പോൾ ഇവിടെ LC എടുത്തിട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? Q/4 pi epsilon 0 ഇൻറ്റു
ആർ പ്ലസ് എ കോസ് തീറ്റ മൈനസ് ആർ മൈനസ് എ കോസ് തീറ്റ. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആറ് വരും, അതുപോലെ തന്നെ പോസിറ്റീവ് എ കോസ് തീറ്റ ആണ്. അപ്പോൾ ആറും മൈനസ് ആറും മരിച്ചു പോകും. എ കോസ് തീറ്റയും കൂട്ടുമ്പോൾ 2a കോസ് തീറ്റ. ശരിയല്ലേ? അടിയിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി വരുമ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ അല്ലേ. ഇനി ക്യൂ കുത്ത് 2a കാണുമ്പോൾ ഡൈപോൾ മൊമെന്റ് പി. ക്യൂ കുത്ത് 2a കാണുമ്പോൾ ക്യൂ ഇൻറ്റു 2a കാണുമ്പോൾ ഡൈപോൾ മൊമെന്റ് പി. അപ്പോൾ എന്താ വരിക മക്കളെ? വീക്കൽ. പിന്നെ ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വളരെ വലുതാണ്. ഞാൻ പറഞ്ഞു ഡൈപോളിൻ്റെ ലെങ്ത് ഭയങ്കര കുഞ്ഞതാണ് കേട്ടോ. പോയിന്റിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലുതാണ് കേട്ടോ. മനസ്സിലായില്ലേ? അപ്പോൾ ആറ് വെരി വെരി ഗ്രേറ്റർ ദാൻ എ ആവുമ്പോൾ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ആ എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ നെഗ്ലിജിബിൾ വിട്ടാഞ്ഞു. അപ്പോൾ ആർ സ്ക്വയർ എന്ന് എഴുതി. അപ്പോൾ ലാസ്റ്റ് ആൻസർ എന്താ വരിക? ഇലക്ട്രിക് ഡൈപോൾ കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ V ഈക്വൽ ടു എന്താ ഉത്തരം? 1/4πε0 പി കോസ് തീറ്റ ഡിവൈഡ് ബൈ എന്താണ്? ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്നാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറയാം കേട്ടോ. അവിടെ ഇഫ് ദ പോയിന്റ് പി ഈസ് ആൻ ആക്സിയൽ പോയിന്റ് ആണെന്ന് വിചാരിക്കുക. ആക്സിയൽ പോയിന്റ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പി എന്ന് പറയുന്ന സാധനം ഇങ്ങോട്ട് വരില്ലേ? ഇവിടെ വരില്ലേ? അല്ല. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എത്രയായിരിക്കും? തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ആവും. ശരിയല്ല? ഇതിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു 40 ഡിഗ്രി എന്ന് വിചാരിച്ചു. ഇതിന് ഇങ്ങോട്ട് വരുമ്പോൾ 30 ഡിഗ്രി 20 ഡിഗ്രി 0 ഡിഗ്രി അങ്ങനെ വരിക അല്ലേ? ആക്സിയൽ പോയിന്റ് ആകുമ്പോൾ തീറ്റ 0 ഡിഗ്രി വരും അല്ലേ? അപ്പോൾ V ഈക്വൽ ടു എന്താ വരിക? 1/4πε0 പി കോസ് 0 ഡിഗ്രി ഡിവൈഡ് ബൈ എന്താ വരിക? ആർ സ്ക്വയർ അല്ലേ? കോസ് 0 ഡിഗ്രി എത്രയാണ് മക്കളെ? 1 അല്ലേ? അല്ലേ? 1 ആയി പോയില്ലേ? അപ്പോൾ അവൻ അങ്ങോട്ട് പോയി. അപ്പോൾ V ഈക്വൽ ടു 1/4πε0 എന്ത് വരും? പി ബൈ ആർ സ്ക്വയർ വരും അല്ലേ? ഇഫ് ദ പോയിന്റ് പി എന്താണ്? ഈസ് ആൻ ഇക്വറ്റോറിയൽ പോയിന്റ് ആണെന്ന് വിചാരിക്കുക. ഇക്വറ്റോറിയൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ തീറ്റ എത്ര ഡിഗ്രി ആവും? 90 ഡിഗ്രി ആവും. അപ്പോൾ V ഈക്വൽ ടു എത്ര വരും മക്കളെ? 0. കാരണം കോസ് 90 എന്താണ്? 0. അപ്പോൾ ഒറ്റ ഡെറിവേഷനിൽ നമുക്ക് ആക്സിയലിൻ്റെ ഉത്തരത്തിലും ഇക്വറ്റോറിയലിൻ്റെ ഉത്തരത്തിലും എഴുതാൻ പറ്റി. ഒന്നുകൂടി ഞാൻ പറയാം. ഡൈപോൾ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V ഈക്വൽ ടു 1/4πε0 പി കോസ് തീറ്റ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്നാകുന്നു അല്ലേ? തീറ്റേൻ്റെ ആ അളവ്, തീറ്റേൻ്റെ ആംഗിൾ മാറിക്കൊണ്ടിരിക്കും. ആക്സിയൽ ആകുമ്പോൾ 0 ആവും അല്ലെ? ഇക്വറ്റോറിയൽ ആകുമ്പോൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആവും. അതനുസരിച്ചിട്ട് പൊട്ടൻഷ്യലിൽ വ്യതിയാനം കാണിക്കും എന്നുള്ള കാര്യമാണ് ഇന്ന് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്നും അതുപോലെ തന്നെ ഡൈപോൾ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്നുള്ള കാര്യം ഒരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. റിപ്പീറ്റ് ചെയ്ത് കാണുക, നോട്ട് എഴുതുക, 2 പ്രാവശ്യം എഴുതി പഠിക്കുക. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഈ ചോദ്യം പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. ഇനി നമുക്ക് പൊട്ടൻഷ്യലിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഭയങ്കര കുറച്ച് ടഫായിട്ടുള്ള ഏരിയ ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. കാണാം.